ജീവന്റെ തുടിപ്പ് തേടി തിരച്ചിൽ. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ പെട്ട മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അർജുൻ ഓടിച്ചിരുന്ന ലോറി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് വിവരം. ലോറിയുടെ ക്യാബിനിൽ നിന്ന് മണ്ണ് കയറിയിട്ടില്ല എന്നും പ്രതീക്ഷിക്കുന്നു. സ്ഥിരമായി ലോറിയിൽ കർണാടകയിൽ പോയി മരം കൊണ്ടുവരുന്നയാളാണ് അർജുൻ. 2 ആഴ്ചയ്ക്കകം തിരിച്ചെത്താറുമുണ്ട്. 8-ാം തീയതി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അർജുന്റെ വീട്ടുകാർക്ക് അതുകൊണ്ട് തന്നെ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 15-ാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. അന്ന് രാത്രിയിൽ ഭാര്യയുമായി സംസാരിച്ച അർജുന്റെ ശബ്ദം പിന്നീട് ആരും കേട്ടില്ല. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ ഒടുവിൽ ലഭിച്ചത് കർണാടകയിലെ അങ്കോളയിൽ നിന്ന്. കൃത്യമായി പറഞ്ഞാൽ മണ്ണിടിച്ചിൽ ഉണ്ടായ അതേ സ്ഥലത്ത് നിന്ന്. GPS-ൽ ലോറിയുടെ ലൊക്കേഷൻ കാണിക്കുന്നതാകട്ടെ മണ്ണിനടിയിലും. അർജുന്റെ ഫോൺ ഒരു തവണ റിംഗ് ചെയ്തിരുന്നു, പിന്നെ നിലച്ചു. ഇപ്പോൾ 4 ദിവസമായി. പക്ഷേ അർജുൻ എവിടെ എന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു. 2 ഫോണുകൾ അർജുന്റെ പക്കലുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇതിൽ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ 2ാമത്തെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിംഗ് ചെയ്തിരുന്നു, പിന്നെ സ്വിച്ച് ഓഫ് ആയി. ഇതേ ഫോണിലേക്ക് ഇന്ന് രാവിലെ വീണ്ടും വിളിച്ചപ്പോൾ റിംഗ് ചെയ്തു. അർജുൻ തന്നെ ഫോൺ ഓണാക്കി ഓഫാക്കുകയാണോ എന്നാണ് കുടുംബത്തിന്റെ സംശയം. ഭാരത് ബെൻസിന്റെ ഒരു ലോറി മണ്ണിനടിയിൽ കിടപ്പുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം GPS-ലും വ്യക്തമാണ്. എന്നാൽ രാത്രി വരെ ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നു എന്നാണ് ഭാരത് ബെൻസ് കമ്പനി അറിയിച്ചത്. ക്യാബിനുള്ളിൽ മണ്ണ് കയറില്ലെങ്കിൽ തെരച്ചിൽ വിജയകരമാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 16-ന് രാവിലെ 8:30-ക്കാണ് കർണാടക ഷിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതുവരെ 7 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. മണ്ണിനടിയിൽ അർജുൻ അടക്കം 15 പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സൂചന. ഒരു കാറും ടാങ്കർ ലോറിയും മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്. പോലീസും അഗ്നിരക്ഷാസേനയും NDRF-ഉം രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടെ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.